അടിമത്തമെന്ന് ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പുകൾ രേഖകളാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ രേഖയെ പേടിച്ചുകൊണ്ടാണ് ലിയാഖത്ത് സംസാരിക്കാതിരുന്നത്. മനസ്സിലായോ? നമ്മള് ജയിക്കും, അത് തന്നെ. അങ്ങനെ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ ജയിക്കാൻ പറഞ്ഞ കളിയൊന്നും അല്ല. നമുക്ക് കാണാം. കാണല് കഴിഞ്ഞു, ഇത് കാണിക്കല. അത് കോരിത്തരിച്ച് നിന്നാ മതി. യവനാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം. ഇത്രയ്ക്ക് വലിയ ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടിമ ബാസിലിന്റെ അടുത്ത് ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി 5-ാം തീയതി പൊതുവേദിയിലേക്ക് വരാൻ പറയാം. കളിയാവാനും കളിയാക്കാനും സ്റ്റേഡിയത്തിൽ കാണണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഉടായ്പ ഇറക്കിയിട്ട് ആളുകളെ പ്രോക്സി ഇറക്കിയിട്ട് ഇങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കില്ല. ബാസിൽ എന്ന് പറയുന്നത് അടിമത്തത്തെ അനുകൂലിക്കുന്ന ആളാണ്. നമ്മൾ അടിമ ബോഗിന്ന് വിളിച്ചിരിക്കും. നീ ഒന്ന് അടങ്ങുകാതെ, എല്ലാത്തിനും ഒരു അടക്കം ഒതുക്കും വേണ്ടേ? ബാസില് അടിമത്തത്തെ അനുകൂലിക്കുന്നത് മിയോൺ കുറച്ചൊന്ന് സമാധാനപ്പെടും. മിയോൺ കുറച്ചൊന്ന് സമാധാനപ്പെടും. അല്ല, ബാസിലിന്റെ ആളായിട്ട് ഇവിടെ വരേണ്ട കാര്യം മറുപടി പറയട്ടെ. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ബാസിൽ അടിമത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയില്ലേ? അബ്ദുള്ള ബാസിൽ CP കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ബാസിൽ പറഞ്ഞ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്നാ സമ്മതിക്കോ? ഇത് ബാസിൽ എഴുതിയ സാധനമാണ്. ഓക്കെ, എന്താണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ച. സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. വായിക്ക്. പ്രിസണേഴ്സ് ഓഫ് വാർ അല്ലാത്തവരെ അടിമയാക്കുന്നത് ഹറാമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്രിസണർ ഓഫ് വാർ ആണെങ്കിൽ അടിമയാക്കാം എന്നാണ് അത് അവര് പറയുന്നത്. പറഞ്ഞത് ശരിയല്ലേ? ഇതൊന്നും ആർക്കും അറിയില്ല എന്നാ വിചാരം. അവരുദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നു. ഒരു മിനിറ്റ് ഇത് ഉദ്ദേശിക്കണമെന്നല്ല, അവിടെ എഴുതി വെച്ചേക്കുന്നത് ക്ലിയർ ആയിട്ട് പറയും. വരുൺ അത് വായിച്ചിട്ട് ചോദിച്ചതിന് ഉത്തരം പറയാം. ഈ 2 പോയിന്റ് സ്വതന്ത്രനായ ഒരു വ്യക്തിയെ യുദ്ധബന്ധി അല്ലാത്തവരെ അടിമയാക്കുന്നത് ഹറാമാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. വരുൺ ബാസിലിന്റെ പോയിന്റിനെ മിസ്റെപ്രസെന്റ് ചെയ്യാണെന്നുള്ളതാണ് സത്യം. അതാണ് ബാസിൽ പോലും ഇങ്ങനെ ഒരു വാദം പറയില്ല. ഐത്തമ്മയുടെ മറ്റേ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ ഇതിനെ കുറിച്ചുള്ള പൊസിഷൻ അറിയാത്തതുകൊണ്ടാണ്. വരുണിന് ഇപ്പൊ ഞാൻ വരുണിന് കുറ്റം പറയില്ല, പക്ഷെ വരുൺ ഒരു പക്ഷെ ഇവര് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. പക്ഷെ അവര് കൃത്യമായിട്ട് എടാ എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. അവരുടെ വിഷയത്തിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇസ്ലാം ബാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരു ഉദാഹരണം പറയണമെങ്കിൽ യുദ്ധം. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? യുദ്ധം എന്നതൊരു സാമൂഹിക യാഥാർത്ഥ്യമാകുമ്പോ ചില അവസരങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? യുദ്ധം ചെയ്യേണ്ടി വരും. നീ എന്ത് പിടിച്ചില്ലേ? തീർന്നില്ല. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ദികളെ എന്ത് ചെയ്യണം? ആധുനിക കാലഘട്ടത്തിൽ ചെയ്യുന്നത് ഒന്ന് പ്രിസൺ എക്സ്ചേഞ്ച് ആണ്, ഹോസ്റ്റേജ് എക്സ്ചേഞ്ച്. എന്നിട്ട് വ്യക്തികൾക്ക് അവരെ കൈമാറിക്കൊണ്ട് വ്യക്തികൾക്ക് പണിയെടുപ്പിക്കാം. ഈ നോട്ടിൽ തന്നെ സംശയമില്ല, നിന്റെ തലവര തെളിഞ്ഞു. ബാക്കി പറ. നമ്മളൊക്കെ യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ അവരെ ബന്ദികളായി പിടിച്ചാൽ അവരെ ഒന്നുകിൽ വേണമെങ്കിൽ ടച്ചില്ലെങ്കിൽ വെറുതെ വിട്ടയക്കാം, അതുമല്ലെങ്കിൽ അവരായിട്ട് പ്രിസൺ എക്സ്ചേഞ്ച് ചെയ്യാം, മോചനദ്രവ്യം വാങ്ങി പറഞ്ഞയക്കാം. അതും കഴിഞ്ഞ് 4ാമത്തെ ഒരു ഓപ്ഷനാണ് ഉടമപ്പെടുത്തുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അതേ കാര്യം തന്നെയാണ് ഇന്നും ഉള്ളത്. പക്ഷെ എന്താ എന്ത് പെടുത്താന്നാ പറഞ്ഞേ? ഉടമപ്പെടുത്തുക എന്നുള്ളത് എന്തോ എങ്ങനെ എന്താ അതിന്റെ അർത്ഥം? ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം 2ആണോ 1ആണോ? സ്വതന്ത്രനായ ഒരു വ്യക്തിയെ യുദ്ധബന്ധി അല്ലാത്തവരെ അടിമയാക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞത് ഒരു കാര്യമാണോ 2 കാര്യമാണോ? അത്രേ ഉള്ള 2 കാര്യമാണ്. അത് പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ? ഇത് പിന്നെ 2 കാര്യമാവണ എങ്ങനെയാ സുഹൃത്തെ? ഐത്തമ്മയുടെ മറ്റേ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ ഇതിനെ കുറിച്ചുള്ള പൊസിഷൻ അറിയാത്തതുകൊണ്ടാണ്. സംസാരിക്കാനും സമയമില്ല. അപ്പൊ വരുണൊന്ന് വായിച്ചു. സ്ത്രീയെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉടമസ്ഥാവകാശം ഉള്ളപ്പോൾ അവർക്ക് ആ സ്ത്രീയെ ഭോഗിക്കാനുള്ള അവകാശം ഉണ്ട്, അല്ലെ? അതല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ അർത്ഥം. അതെ. ഇതില് കൺസെന്റ് എന്ന് പറഞ്ഞ കാര്യം ചോദിക്കണ്ടേ? നിങ്ങൾ മനുഷ്യനോ മൃഗമോ? കൺസെന്റിനെ കുറിച്ച് സെക്സ്വലി അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് എക്സ് മുസ്ലിംസിന്റെ ഒരു ഭാഗത്തുള്ള
ചോദ്യമാണ്. അതിന്റെ യാഥാർത്ഥ്യവും എന്റെ ഇതും ഒന്ന് പറഞ്ഞു. ഈ ഉത്തരം തന്ന ആളാണ് ഈ നിക്കണേ, ഷുഹൈബുൽ ഹൈത്തമി. ഓക്കെ, എന്താ പേര് ചോദിച്ചേ? അതിനെന്താ കുഴപ്പമെന്ന്, ഏതിനെന്താ കുഴപ്പമെന്ന് ഈ ചോദിച്ചത്? അത് തെറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ അയാള് ചോദിച്ചതെന്ന് വെച്ചാൽ അബ്യൂസ് ചെയ്യുന്ന ഏത് തെറ്റാണെന്ന് വീഡിയോയില് ചോദ്യം ചോദിച്ച ആള് അബ്യൂസ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഉത്തരമായിട്ട് അതിനെന്താ കുഴപ്പമെന്ന് ഇയാള് തിരിച്ചു ചോദിച്ചു. അത് തെറ്റാണ്. അബ്യൂസ് നടക്കും എന്നുണ്ടെങ്കിൽ അത് ഒരു മിനിറ്റ്, വരുണാണോ ഉസ്താദ് അതോ ഹൈത്തമി ആണോ ഉസ്താദ്? ഹൈത്തമിയാണ് ഉസ്താദ്. ഹൈത്തമി ചോദിക്കുന്നത് അതിനെന്താ കുഴപ്പമെന്നാണ്, വരുൺ ഇരുന്ന് പറയുന്നത് തെറ്റാണെന്ന്. നമ്മൾ ഏതാ എടുക്കേണ്ടത്? ഒരു അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് തെറ്റാണ്. അത് എങ്ങനെ തെറ്റാവുക? ഇസ്ലാമിലുള്ള കാര്യമല്ലേ ഉസ്താദ് പറയാ. അത് പോയിന്റ് എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. നമ്മളുടെ കാഫിറായിട്ടുള്ള ബ്ലഡി കാഫിറായിട്ടുള്ള വരുണിന്റെ വീട് ഞാൻ ആക്രമിക്കുകയാണ്. ഓക്കെ, ഗോത്രം ആക്രമിക്കുന്നു. എന്നിട്ട് വരുണിന്റെ ഭാര്യ, വരുണിന്റെ അമ്മ, പിന്നെ കുട്ടികൾ, പെൺമക്കൾ, ഇവരെയൊക്കെ ഞാൻ പിടിച്ച് കെട്ടിയിട്ട് എൻ്റെ അടിമകളാക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അവരെയൊക്കെ ഇട്ട് പൂശുന്നു. ഇത് ശരിയോ തെറ്റോ? ഈ ചെയ്യുന്ന കാര്യം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? അത് പറഞ്ഞാൽ മതി. ഞാൻ മുസ്ലിമാണ്, വരുൺ കാഫിറാണ്. ഉത്തരം പറയും. പറഞ്ഞോ. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഉണ്ടയാണ്. അതിനുള്ള ഉത്തരത്തെ ഉസ്താദ് ഒന്നുകൂടി നമുക്ക് പറഞ്ഞുതരും. ഒന്നുകൂടി കേട്ടിട്ട് ഇനി ബാക്കി പറഞ്ഞാൽ മതി. ഓക്കെ. കാപ്റ്റീവ് വുമൺസിനെ സെക്സ്വലി അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് എക്സ് മുസ്ലിംസിന്റെ ഒരു ഭാഗത്തുള്ള ചോദ്യമാണ്. അതിന്റെ യാഥാർത്ഥ്യവും എന്റെ ഇതും ഒന്ന് പറഞ്ഞു. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. ഇത്രയും വൃത്തികെട്ട ഒരുത്തനെയാണല്ലോ കൂടെ കൊണ്ടുവരുന്ന ആലോചിക്കുമ്പോ എന്റെ തൊലി ഉരിയുക. അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരിക്കെ അടിമത്തം എന്നുള്ളത് പഴയകാലം മുതലേയുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇസ്ലാം സ്റ്റാർട്ട് ചെയ്തതല്ല. ഒറ്റയടിക്കൽ നിർത്തിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക വ്യവസ്ഥയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ തനി നിറം. ഓക്കെ, എന്തായാലും ബാസിലും ഹൈത്തമിയും കൂടി ഒരു തീരുമാനത്തിലെത്തുക. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാനില്ല. തൂക്കിയല്ലോ നാദാ. ഇസ്ലാമിലെ നിയമം നമ്മൾ പറയും. ഇസ്ലാമിൽ ഇനി ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തെറ്റാണെന്നാണ് പറയുന്നത്. തെറ്റാണോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. തെറ്റാണെന്ന് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ പന്നിയിറച്ചി ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുമ്പോൾ പന്നിയിറച്ചി തെറ്റാണോ ശരിയാണോ എന്നല്ലല്ലോ ചോദിക്കുന്നത്. പന്നിയിറച്ചി തെറ്റൊന്നുമല്ല, ശരി തന്നെയാണ്. പക്ഷേ ഇസ്ലാമിൽ അത് ഹറാമാണെന്നതാണ് പ്രശ്നം. ഇപ്പോൾ സ്വയംഭോഗം, അത് ഇസ്ലാമിൽ തെറ്റോ ശരിയോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. ഹലാലാണോ ഹറാമാണോ എന്നാണ് ചോദിക്കുന്നത്. സ്വയംഭോഗം തെറ്റൊന്നുമല്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഇസ്ലാമിൽ അത് ഹറാമാണ്. ഇസ്ലാമിൽ അടിമഭോഗം ഹലാലും സ്വയംഭോഗം ഹറാമുമാണ്. ഇങ്ങനെയാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ. അപ്പോൾ അതെ, കേൾക്കാവോ? അപ്പോൾ പറയൂ. ഒരു 3 minutes ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കാര്യം പറയൂ. എന്താ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടു, അത് മതത്തിൻ്റെ നിയമമാണ്. ഇത് നിങ്ങൾക്കത് ശരിയാണോ തെറ്റാണോ എന്നാണോ തോന്നുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് അപ്ലൈ ചെയ്യേണ്ടത് തെറ്റാണ്. ഓക്കെ, അത് ഇസ്ലാമിലെ നിയമമാണെന്നുള്ളതിന് ഇനി വല്ല തർക്കമുണ്ടോ? ഇസ്ലാമിലെ നിയമം ആയിരിക്കാം. അത്രേ ഉള്ളൂ. യെസ്. അപ്പൊ താങ്ക് യു സോ മച്ച് വരുൺ ഫോർ ജോയിനിങ്. ഇത്രയും നമുക്ക് ബാസിലിനോടും പറയാനുള്ളൂ. ഓക്കെ, ബാസിലിനോട് നമുക്ക് പറയാനുള്ളത് ഇത്ര തന്നെയുള്ളൂ. ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ. ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പോട്ടെ.